കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് നമ്മുടെ നടൻ, നമ്മുടെ സൂപ്പർ സ്റ്റാർ ശ്രീ സുരേഷ് ഗോപി നേടിയത്. കേരളത്തിൽ ആദ്യമായിട്ട് ബി ജെ പിക്ക് പാർലമെൻറ്റിലേക്ക് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അദ്ദേഹം, നമുക്കറിയാം, കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുക, ഒരു എം പിയെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ആവേശകരമുള്ള ഒരു സംഭവമാണ്. അത് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രാജ്യത്തെ അഡ്രസ്സ് ചെയ്തപ്പോൾ തന്നെ എടുത്തു പറഞ്ഞു, കേരളത്തിൽ നിന്നും സുരേഷ് ഗോപി വിജയിച്ചിട്ടുണ്ട്, ഇവിടെ അക്കൗണ്ട് തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ കേരളത്തിലെ ജനത മൊത്തം വിശ്വസിച്ചിരുന്നതും കരുതിയിരുന്നതും സുരേഷ് ഗോപി ക്യാബിനറ്റ് റാങ്കിൽ കേരളത്തിൻ്റെ ഒരു മന്ത്രിയായിട്ട് വരാൻ പോകുന്നു, കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെയൊക്കെ ഞെട്ടിക്കുന്ന രീതിയിൽ വികസനങ്ങൾ കൊണ്ടുവരും, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യും എന്നൊക്കെ നമ്മൾ ഞെട്ടി വിറച്ചിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നിരാശയാണ് നമ്മൾക്ക് കാണേണ്ടി വന്നത്. കാരണം പക്ഷേ അദ്ദേഹം ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ജയിച്ച ഉടനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് മന്ത്രി ആയില്ലെങ്കിലും പ്രശ്നമില്ല, ക്യാബിനറ്റ് റാങ്കുള്ള 10 മന്ത്രിമാരുടെ ഓഫീസുകളിൽ അദ്ദേഹത്തിന് കയറി മേയാനുള്ള ഒരു അധികാരം, ഒരു അവസരം കിട്ടിയാൽ മതി, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യും, ഒരുപാട് കേരളത്തെ ലോകത്തിൻ്റെ പറദീസയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരുപാട് ആവേശം കൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ, നമുക്കറിയാം, അദ്ദേഹം ഒരു നടനാണ്, ബേസിക്കലി അദ്ദേഹം ഒരു നല്ല നടനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ ശ്രീ രഞ്ജി പണിക്കറുടെയും ഷാജി കൈലാസിൻ്റെയും സിനിമയിലെ നടനായിട്ടാണ്, നായകനായിട്ടാണ് ഇപ്പോഴും അഭിനയിക്കുന്നത്. അദ്ദേഹം വൈകാരികമായി മാത്രമേ അദ്ദേഹത്തിന് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം പലപ്പോഴും മിസ്ഫയറിംഗ് ആകുന്നു, പലപ്പോഴും അത് പാളിച്ചകളുള്ള രാഷ്ട്രീയമാണ് പറയുന്നത്. അദ്ദേഹം കുറച്ച് സംസാരിക്കുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ആഗ്രഹമുള്ള മനുഷ്യനാണ്, സത്യസന്ധതയുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കീഴിൽ എത്രത്തോളം പ്രാവർത്തികമായി ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് പരിമിതികളുണ്ട്. ഒട്ടും ഒരു വിധത്തിലും അങ്ങനെ ഒരു കാര്യവും അഡീഷണലായിട്ട് ചെയ്യാൻ കഴിയില്ല. നരേന്ദ്രമോദിയും അമിത്ഷായും തീരുമാനിക്കുന്നതിൽ ഉപരിയായി മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് വെറും ഒരു സഹമന്ത്രിയാക്കി. സഹമന്ത്രി എന്ന് പറയുമ്പോൾ വെറുതെ ഒരു അക്കോമഡേഷൻ കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ജയിച്ചതിന്, കേരളത്തിൽ നിന്നും പോയ ഒരു BJP MP എന്നുള്ളതിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള ബഹുമതി കൊടുത്തിട്ടില്ല, അംഗീകാരം കൊടുത്തിട്ടില്ല. വെറും ഒരു സഹമന്ത്രി. അദ്ദേഹം സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം അത് കഴിഞ്ഞ് പറഞ്ഞു, എനിക്ക് മന്ത്രിസ്ഥാനമല്ല വേണ്ടത്, എനിക്ക് നടനായിട്ട് ജീവിക്കുക, അതാണ് ആവശ്യം, അഭിനയിക്കുവാനുള്ള അവസരത്തിന് വേണ്ടിയാണ് എനിക്ക് താല്പര്യം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ നിരാശയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിലുള്ള ധാരണകളെ അട്ടിമറിക്കുന്നതാണ്. അദ്ദേഹത്തിന് പൊളിറ്റിക്സിൽ വ്യക്തമായ ഒരു ധാരണയില്ല. പ്രത്യേകിച്ച് BJPയുടെ കേന്ദ്ര നേതൃത്വമായ അമിത്ഷായും ശ്രീമാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും പ്രതിനിധാനം ചെയ്യുന്ന ഈ ലോക്സഭ എന്ന് പറയുന്നതിൽ സുരേഷ് ഗോപിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാം. ഇദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നല്ല വകുപ്പാണ്, ടൂറിസത്തിൻ്റെ വകുപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു വകുപ്പ് തന്നെയാണ് കേരളത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, കേരളത്തിനെ ടൂറിസത്തിൻ്റെ ഹബ്ബാക്കും എന്നൊക്കെ പറഞ്ഞു. എത്രത്തോളം ഒരു സഹമന്ത്രിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഇവിടെ നിന്ന് നിരവധി പേര് സഹമന്ത്രിമാരായിട്ട് പോയിട്ടുണ്ട്. ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിമാരുണ്ടായിട്ടും കേരളത്തിന് വേണ്ടി പണ്ടും ആരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ സിഗ്നിഫിക്കൻ്റായി ഒന്നും ചെയ്തില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സുരേഷ് ഗോപിയുടെ എന്തായാലും സഹമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് വളരെ നിരാശകരമാണ്. സുരേഷ് ഗോപിക്ക് മാത്രമല്ല, വ്യക്തിപരമായിട്ട് മാത്രമല്ല, കേരള ജനതയ്ക്ക് തന്നെ ഏറ്റവും വലിയ ക്ഷീണമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുത്ത സ്ത്രീജനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഫാൻസായിട്ടുള്ള മറ്റു ജനങ്ങൾ, അതുകൂടാതെ അവിടെ പ്രവർത്തിച്ച അദ്ദേഹത്തിനൊരു സെക്കുലർ വോട്ടാണ് കിട്ടിയെന്ന് നമ്മൾ ആദ്യമേ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് BJPയുടെ സ്ഥാനാർത്ഥി എന്നുള്ളതിലല്ല, വ്യക്തിത്വം കൊണ്ട് കിട്ടിയതാണ്. എന്തായാലും അതിനു വേണ്ടിയുള്ള യാതൊരു വിധത്തിലുള്ള നന്ദി പ്രകടനവും കേന്ദ്ര BJP സർക്കാരിൽ നിന്നും കേരളത്തിനും കൊടുത്തിട്ടില്ല. സുരേഷ് ഗോപിയെയും ആ രീതിയിൽ അംഗീകരിച്ചിട്ടില്ല. അത് വളരെ നിരാശകരമാണ്. സുരേഷ് ഗോപി എത്ര കാലം ഇനി സിനിമയിൽ അഭിനയിക്കുമോ, സഹമന്ത്രി സ്ഥാനം വച്ച് തുടരുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം വൈകാരികമായ കാര്യങ്ങൾ കാണുന്നയാളാണ്. അദ്ദേഹം ചിലപ്പോൾ വച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് പോരുമോ എന്നുള്ളത് വരെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പരിമിതികളെ അദ്ദേഹം ഇനിമേൽ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു, സുരേഷ് ഗോപിക്ക് ഭരണ പരിചയം കുറവാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അമിത്ഷായ്ക്കും അറിയാം, നരേന്ദ്രമോദിക്കും അറിയാം. എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു സഹമന്ത്രി സ്ഥാനത്തേക്ക് ഒതുക്കിയെന്ന് നമ്മളിപ്പോഴും കരുതുമ്പോൾ, ഇപ്പോൾ അതൊരു വിവാദമായ സ്ഥിതിക്ക് രാജ്യവ്യാപകമായി തന്നെ, അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ തന്നെ വിവാദമായപ്പോൾ തന്നെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്, BJPയുടെ അണിയറകളിൽ നിന്നും ചില നേതാക്കന്മാർ പറയുന്നു, സുരേഷ് ഗോപി ഇത് സഹമന്ത്രി സ്ഥാനത്തിരുന്ന് ഭരിച്ച് പാടവം തെളിയിക്കട്ടെ, അത് കഴിയുമ്പോൾ
ക്യാബിനറ്റ് റാങ്കോ അതിന് സ്വതന്ത്ര ചുമതലയുള്ളൊരു ആ, മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് എന്നുള്ള രീതിയിലേക്കോ അദ്ദേഹത്തെ ഉയർത്തും, എലിവേറ്റ് ചെയ്യും എന്നൊക്കെയുള്ള ഒരു സംഭാഷണം കൂടെ വരുന്നുണ്ട്. കാരണം ഇവിടുത്തെ കേരളത്തിൽ നിന്നുള്ള റിസൻമെൻറ്റ്, കേരളത്തിൽ നിന്നുള്ള പ്രതിഷേധം, കേരളത്തിൻ്റെ ഒരു ദുഃഖം ആ രീതിയിലേക്ക് കേന്ദ്ര നേതൃത്വം BJPയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപി ചിലപ്പോൾ ഒരു 6 മാസമോ 1 വർഷമോ കഴിഞ്ഞിട്ട് ഒരു ക്യാബിനറ്റ് ഷഫ്ലിംഗ് വരികയും അദ്ദേഹം സ്വതന്ത്ര ചുമതലയുള്ള ഒരു മന്ത്രിയാകുകയും തുടർന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രി സഭയിലെ ക്യാബിനറ്റ് റാങ്കിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുമെന്നുള്ളത് നമുക്ക് അത് എത്രത്തോളം ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എത്രത്തോളം വിശ്വസനീയമാണെന്ന് നമുക്ക് കഴിയുന്നില്ല. എന്തായാലും അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ആ ഒരു പ്രൊമോഷണൽ സാധ്യത നമ്മൾക്ക് കേരളീയർക്ക് ആശ്വാസം നൽകുന്നതാണ്.